Hello everyone, this is the part 3 video of the second chapter, Evolution of Cooperation. We were discussing how cooperatives were evolved in its birthplace, England. I have explained about Robert Owen in the first video, and now it's time to discuss the Rochdale pioneers. Rochdale is a place in England, and pioneers were a group of 28 persons who started the first successful cooperative society in the world. റോച്ച്ഡെയിൽ വീവേഴ്സ് യൂണിയൻ്റെ ഫോർമേഷനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ട്രേഡ് യൂണിയൻ ഡിസ്കസ് ചെയ്തപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചാൾസ് ഹൗറാത്തും അദ്ദേഹത്തിൻ്റെ ഫെലോ വർക്കേഴ്സും ചേർന്ന് ഫാക്ടറിയിൽ ഫസ്റ്റ് സ്ട്രൈക്ക് നടത്തി. പക്ഷേ എംപ്ലോയർ അവരെയൊക്കെ ഡിസ്മിസ് ചെയ്തു, അതൊക്കെ അടിച്ചമർത്തി അവരെയൊക്കെ ഡിസ്മിസ് ചെയ്തു. അങ്ങനെ 1830 ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് റിയലൈസ് ചെയ്യാൻ 14 വർഷം എടുത്തു. ബ്രിട്ടനിൽ 1840 എന്ന് പറയുന്നത് ഹംഗ്രി 40s എന്നാണ് അറിയപ്പെടുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് യൂറോപ്പ് കടന്നുപോയത്. കാർഷിക വിളകൾക്കുണ്ടായ ക്ഷാമവും അൺഎംപ്ലോയ്മെൻറ്റും പോവേർട്ടിയും നല്ല ഉപഭോഗ വസ്തുക്കളുടെ ലഭ്യതക്കുറവുമെല്ലാം വർക്കേഴ്സിനെ ദുരിതത്തിലാക്കി. അതിനുള്ള ഒരു രക്ഷാമാർഗമായാണ് 1844 ഡിസംബർ 21 റോച്ച്ഡെയിലിലെ ടോഡ്ലൈൻ സ്ട്രീറ്റിൽ റോച്ച്ഡെയിൽ പയനിയേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റീസ് അതിൻ്റെ ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ ഓപ്പൺ ചെയ്തത്. 28 മെമ്പേഴ്സിൽ ഭൂരിഭാഗവും ഫ്ലാനൽ വീവേഴ്സ് അഥവാ കമ്പിളി നെയ്ത്ത് തൊഴിലാളികളായിരുന്നു. മാത്രമല്ല നല്ല സ്കിൽഡ് ആയിട്ടുള്ള കൈത്തൊഴിലാളികളും ബിസിനസ്സുകാരും ഒക്കെ ചേർന്ന ഒരു സംഘമായിരുന്നു അത്. അവരോരോരുത്തരും ഓരോ പൗണ്ട് വീതം കോൺട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റോറിൻ്റെ വർക്കിംഗ് ആരംഭിച്ചു. ഷുഗർ, ബട്ടർ, കാൻഡിൽസ്, വൈറ്റ് ഫ്ലോർ, ഓട്ട് മീൽസ് ഇവയൊക്കെയായിരുന്നു ആദ്യകാല പ്രൊഡക്ട്സ്. ഓട്ട് മീൽസ് അഥവാ ഓട്സ് ആണ്, ടൈപ്പിങ്ങിൽ മിസ്റ്റേക്ക് വന്നതാണ്. ഹോട്ട് മീൽസ് അല്ല, ഓട്സ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് what were the objectives of Rochdale Equitable Societies. The main objectives were, first one, to improve the social and domestic conditions of its members. മെമ്പേഴ്സിൻ്റെ സാമൂഹികമായും ഗാർഹികമായുള്ള ചുറ്റുപാടുകളെ ഇംപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ്, ടു ഫോം ആൻ അറേഞ്ച്മെൻറ്റ് വിച്ച് വുഡ് പ്രൊവൈഡ് മോണിറ്ററി ബെനിഫിറ്റ്സ് ടു മെമ്പേഴ്സ്. മെമ്പേഴ്സിന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ്, ടു എക്സിക്യൂട്ട് ഓൾ ദ പ്ലാൻസ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ സൊസൈറ്റീസ്. നെക്സ്റ്റ്, ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റോർ ഫോർ എസെൻഷ്യൽസ്. അവശ്യ വസ്തുക്കളുടെ ലഭ്യതയ്ക്ക് വേണ്ടി ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ടു പർച്ചേസ് ഓർ ടേക്ക് ഓൺ റെൻറ്റ് എസ്റ്റേറ്റ്സ് ഓഫ് ലാൻഡ് വിച്ച് ഷാൽ ബി കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ്. അപ്പോൾ മെമ്പേഴ്സിന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് പർച്ചേസ് ചെയ്യുകയോ അതേപോലെ റെൻറ്റിന് എടുക്കുകയോ ചെയ്യുക. നെക്സ്റ്റ്, മെമ്പേഴ്സിനും അവരുടെ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനം ഉണ്ടാക്കാം. നെക്സ്റ്റ്, ടു ഓപ്പൺ ടെമ്പറൻസ് ഹോട്ടൽസ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ടെമ്പറൻസ് ഹോട്ടൽസ് മീൻസ് നോൺ ആൽക്കഹോളിക് ഹോട്ടൽസ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ്, ടു എസ്റ്റാബ്ലിഷ് സെൽഫ് സപ്പോർട്ടിംഗ് ഹോം കോളനീസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്മോഡിറ്റീസ് റിക്വയർഡ് ബൈ ദ മെമ്പേഴ്സ്. അപ്പം നമ്മൾ റോബർട്ട് ഓവൻ്റെ കാര്യം പറഞ്ഞതാണ് സെൽഫ് സപ്പോർട്ടിംഗ് കോളനികളെക്കുറിച്ച്. മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കോളനീസ് ഉണ്ടാക്കാം. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് റോച്ച്ഡെയിൽ സൊസൈറ്റി. The Rochdale Equitable Societies functioned on certain definite principles, which came to be known as the Rochdale Principles. ഈ പ്രിൻസിപ്പിൾസ് ആണ് പിന്നീട് ICA അഥവാ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് കോപ്പറേറ്റീവ്സ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ബേസിസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഫോളോയിങ് ആർ ദ പ്രിൻസിപ്പിൾസ്. നമ്പർ 1, ഓപ്പൺ മെമ്പർഷിപ്പ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ്, അതായത് ICA ഫോർമുലേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചതാണ്. അവിടെ വന്നത് തന്നെയാണ് ഇവിടെയും ഉള്ളത് അധികവും. അതായത് ഇത് ബേസ് ആയിട്ടെടുത്താണ് ICA ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ ഓപ്പൺ മെമ്പർഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇവിടെ ഇല്ല ഓൺ ദ ബേസ് ഓഫ്
പൊളിറ്റിക്സ്, റിലീജിയൻ, ജെൻഡർ, എക്സെട്ര. നെക്സ്റ്റ്, ഡെമോക്രാറ്റിക് കൺട്രോൾ. വൺ മാൻ വൺ വോട്ട് എന്നുള്ള ജനാധിപത്യമായ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്തത്. ഒരാൾ കയ്യിൽ എത്ര ഷെയർ ഉണ്ടെങ്കിലും അയാൾക്ക് ഒരു വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇസ് പാട്രണേജ് ഡിവിഡൻഡ്. Dividends were not declared to the members on the basis of their holdings, but the members enjoyed dividend on the basis of purchase made by stores or societies. അപ്പോൾ എത്ര ഷെയർ ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിലല്ല ഡിവിഡൻഡ് കൊടുത്തിരുന്നത്. സാധാരണ കമ്പനികളിൽ അങ്ങനെയാണല്ലോ. ഇവിടെ ഒരു പാട്രണേജ് ഡിവിഡൻഡ് ആണ് കൊടുത്തിരുന്നത്. അതായത് ഒരു എത്ര ഷെയർ ഹോൾഡിങ്ങിൻ്റെ മുകളിലല്ല, പകരം മെമ്പേഴ്സ് എത്രത്തോളം ട്രാൻസാക്ഷൻസ് സൊസൈറ്റിയുമായി നടത്തിയിരുന്നോ അത്രത്തോളം അവർക്ക് ഡിവിഡൻഡ് കൂടുതൽ കിട്ടുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്യാഷ് സെയിൽസ്. ക്യാഷ് ആൻഡ് ക്യാരി എന്നായിരുന്നു ഇവരുടെ പോളിസി. ക്രെഡിറ്റ് സെയിൽ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, സെയിൽ ഓഫ് അൺഅഡൾട്രേറ്റഡ് ഗുഡ്സ് അറ്റ് റീസണബിൾ റേറ്റ്സ്. നമുക്കറിയാം അക്കാലത്ത് ബിസിനസ്സുകൾ തമ്മിൽ കോമ്പറ്റീഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുഡ്സ് അധികവും മായം ചേർത്തതും ഹൈ പ്രൈസിനും വാങ്ങേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ആളുകൾ. അത് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതൊരു പ്രിൻസിപ്പിളായിട്ട് തന്നെ ഏറ്റെടുത്തു. അതായത് മായം ചേർക്കാത്ത ഗുഡ്സ് ന്യായമായ വിലയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ മെമ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി, അതായത് കോപ്പറേറ്റീവ് ടെക്നിക്സിൻ്റെയും കോപ്പറേറ്റീവ് സയൻറ്റിഫിക് ലൈൻസിൻ്റെയൊക്കെ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. രാഷ്ട്രീയപരമായോ മതപരമായോ യാതൊരു ഭാഗത്തേക്കും ചെരിവുകളൊന്നും കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളത് അവരൊരു തത്വമായിട്ട് കണ്ടു. Next topic, why Rochdale were called pioneers. The meaning of the term pioneers is one who goes before to prepare the way for others. മറ്റുള്ളവർക്ക് വഴികാട്ടികളായി അല്ലെങ്കിൽ മാർഗദർശികളായി നിലകൊള്ളുന്ന ആളുകളെയാണ് നമ്മൾ പയനിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ സത്യത്തിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം കോപ്പറേറ്റീവ് ഐഡിയാസ് ആദ്യമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന സൊസൈറ്റി റോച്ച്ഡെയിൽ അല്ല. എന്നിരുന്നാൽ കൂടെ അവരെയാണ് മാർഗദർശികൾ അല്ലെങ്കിൽ പയനിയേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഫസ്റ്റ് വൺ, they organized the first successful cooperative stores in England, which is still in existence while the other stores were short-lived. അപ്പോൾ അവരാണ് ഇംഗ്ലണ്ടിൽ ഫസ്റ്റായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ ഓർഗനൈസ് ചെയ്തത്. അവരിന്നും നിലകൊള്ളുന്നു. മറ്റുള്ളവരൊക്കെ ഷോർട്ട് ലിവ്ഡ്, പെട്ടെന്ന് തന്നെ നിർത്തിപ്പോവേണ്ടി വന്നിരുന്നു. Next, they gave the final shape of the cooperative principle which formed the basis later for the internationally accepted cooperative principles of ICA. അതായത് ഇവരുടെ പ്രിൻസിപ്പിൾസ് എടുത്തിട്ടാണ് പിന്നീട് ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തത്. തേർഡ് റീസൺ, they converted the results of several experiments in the cooperative movement into a dynamic movement which succeeded. അവർ ഈ കോപ്പറേറ്റീവ് ഫീൽഡിലുള്ള പല എക്സ്പെരിമെൻറ്റ്സും ട്രൈ ചെയ്ത് നോക്കുകയും പിന്നീട് അത് വിജയകരമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നെക്സ്റ്റ്, they brought about a facelift to the entire cooperative movement. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഒരു മുഖച്ഛായ തന്നെ ഇവർ മാറ്റി. നെക്സ്റ്റ്, മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് were not just ordinary people. They were trade union leaders who headed strikes against the employers for the well-being of their fellow employees. They were also men of high vision and ideals. ഇതിലുള്ള അധികം മെമ്പേഴ്സും വെറും സാധാരണക്കാരായിരുന്നില്ല. പലരും ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ആയിരുന്നു. തങ്ങളുടെ ഫെലോ വർക്കേഴ്സിന് വേണ്ടിയിട്ട് സ്ട്രൈക്ക് നടത്തുകയും അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും ചെയ്ത ആൾക്കാരായിരുന്നു. മാത്രമല്ല വലിയ തരത്തിലുള്ള കാഴ്ചപ്പാടുകളും ഐഡിയകളും ഒരു മാതൃകയാക്കാൻ തക്ക കഴിവുകളുള്ള ആളുകൾ ആയിരുന്നു ഇവർ.
Next, the ultimate aim of the pioneers were to change the socio-economic condition of the workers. അവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സാമൂഹികമായും സാമ്പത്തികമായും തൊഴിലാളികളുടെ ഉന്നമനം അതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ ഇവരെ പയനിയേഴ്സ് എന്ന് വിളിക്കാൻ. നെക്സ്റ്റ് ടോപ്പിക്, ദ റീസൺസ് ഫോർ ദ സക്സസ് ഓഫ് എ കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ഇവരുടെ വിജയത്തിൻ്റെ കാരണങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, ദ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞു യൂറോപ്പ് അങ്ങനെയും ഒരു എക്കണോമിക് ഡിപ്രഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫേമായിട്ട് ഒരു ഗ്രൗണ്ട് കിട്ടാൻ കാരണമായി. നെക്സ്റ്റ്, the high standard of living of the English people demanded variety of goods which could be provided through stores. അപ്പോൾ ഇംഗ്ലണ്ടുകാരുടെ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് അവർക്ക് വെറൈറ്റി ഗുഡ്സ് വേണമായിരുന്നു. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ ഈ സ്റ്റോഴ്സിന് പറ്റി. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈ പ്രൈസ് ആയിരുന്നു ഗുഡ്സിനൊക്കെ. അപ്പോൾ അതേ സമയത്ത് ഇവർക്ക് റീസണബിൾ പ്രൈസിൽ നല്ല ഗുഡ്സ് കൊടുക്കാൻ പറ്റിയത് ഇവരുടെ ഒരു സക്സസ്സിന് കാരണമായി. നെക്സ്റ്റ്, അവോയ്ഡൻസ് ഓഫ് മിഡിൽ മെൻ. അതായത് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ആർട്ടിസൻസിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റാണ് ഗുഡ്സൊക്കെ സ്റ്റോറിൽ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ മാനെ ഒഴിവാക്കാൻ പറ്റിയതും ഇവരുടെ ഒരു പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായി. നെക്സ്റ്റ്, സ്ട്രോങ് ഫിനാൻഷ്യൽ പൊസിഷൻ. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ്, റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ അടിയുറച്ചുള്ള പ്രവർത്തനം. Next, the existence of workers' population with uniform standard of living and common wants made the movement popular. അതായത് വർക്കേഴ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഏകദേശം യൂണിഫോം ആയിരുന്നു, അതായത് ഒരേപോലെ ആയിരുന്നു, അവരുടെ ആവശ്യങ്ങൾ ഒരേപോലെ ആയിരുന്നു. അതും ഈ സ്റ്റോഴ്സിൻ്റെ വിജയത്തിന് സഹായകരമായി. ലാസ്റ്റ് വൺ, ഈ മൂവ്മെൻറ്റ് വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരുടെയും ഒരു പ്രശംസ പിടിച്ചുപറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു അട്രാക്ഷൻ പിടിച്ചുപറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവരുടെ സക്സസ്സിനുള്ള റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോച്ച്ഡെയിലിൽ നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് നമ്മൾ റോച്ച്ഡെയിൽ പയനിയേഴ്സ് ആരാണ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നീട് അവരുടെ ഒബ്ജക്റ്റീവ്സിനെ പറ്റി പറഞ്ഞു, പ്രിൻസിപ്പിൾസ് പഠിച്ചു, അവരെ പയനിയേഴ്സ് എന്ന് വിളിക്കാനുള്ള റീസൺ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റായിട്ട് അവരുടെ സക്സസ്സിനുള്ള റീസൺസും ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.